കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ്. അടക്കം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാറ മുബാറക്ക് കത്തൂലാന്ന് എപ്പിസ്തക് അടക്കം പറഞ്ഞു. എപ്പിസ്തക് പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലേ, തിരികേശം കത്തുകയില്ല, പക്ഷെ കത്തിക്കാൻ പാടില്ലാന്നല്ലേ. ഞാനത് സുൽത്താന്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. എന്നാ ഏപ്പിസ്തക പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് സുൽത്താൻ അയാൾക്ക് കൽത്താ. എന്നാ ഏപ്പിസ്തക പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് സുൽത്താൻ അയാൾക്ക് കൽത്താ. എന്നാ ഏപ്പിസ്തക പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് സുൽത്താൻ അയാൾക്ക് കൽത്താ. എന്നാ ഏപ്പിസ്തക പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് സുൽത്താൻ അയാൾക്ക് കൽത്താ. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. സുൽത്താൻ മജിദാത്തിൽ നിന്ന് ഖിയാമ് വരെ നിൽക്കണം, ഇതിട്ട് ഖുർആൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം ബാധകമാവില്ല. വഫാത്തിന് ശേഷം നിലനിൽക്കില്ല. സുൽത്താൻ മജിദാത്തിൽ നിന്ന് ഖിയാമ് വരെ നിൽക്കണം, ഇതിട്ട് ഖുർആൻ മാത്രമേ ഉള്ളൂ. ബാക്കി നിലനിൽക്കണമെന്നില്ല. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച. എന്നാ ഏപ്പിസ്തക പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് സുൽത്താൻ അയാൾക്ക് കൽത്താ. എന്നാ ഏപ്പിസ്തക പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ എഴുതിക്കണില്ല, കാരണം കത്തൂലാന്ന് സുൽത്താൻ അയാൾക്ക് കൽത്താ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കാന്തപുരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഈ പ്രവാചകരുടെ മുടിയാണോ എന്ന് പരീക്ഷണം നടത്തി ഉറപ്പുവരുത്തുന്നത് ശരിയല്ലാതെ ഹീനമായ നിലപാടാണ്, അത് വാസ്തവവിരുദ്ധമാണ്. കാരണം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്പൊ ഞങ്ങളിതിൽ കുറിച്ചിട്ടുണ്ട്, ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ സീറത്തുൽ ഹലബിയ 3-ാം വാല്യം 381-ാം പേജ് ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. പ്രവാചകരുടെ മുടിക്ക് നിഴലുണ്ടാകില്ല, പ്രവാചകരുടെ മുടിയിൽ ഈച്ച പോലുള്ള പ്രാണികൾ ഇരിക്കില്ല, പ്രവാചകരുടെ മുടി കത്തൂല. ഇത് 3 പ്രകടമായ ലക്ഷണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം പ്രവാചകരുടെ വിശുദ്ധ കേശത്തെക്കുറിച്ച് സംശയം വന്നപ്പോഴും അത്തരം സാഹചര്യങ്ങളിലും ഈ 3 പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഹസ്രത്ത് ബാലിലെ മസ്ജിദിൽ ആ മുടി സൂക്ഷിക്കുന്ന സമയത്ത് പണ്ഡിതന്മാരുമായി ഒന്നുകൂടി ഇത് ആധികാരികളെ ഉറപ്പുവരുത്താൻ എന്താണെന്ന് മാർഗം എന്ന് ഔറംഗസീബ് തേടി. പണ്ഡിതന്മാർ അഭിപ്രായം പ്രകടിപ്പിച്ചു, നമുക്ക് ഏറ്റവും നല്ലത് ഈ 3 പരീക്ഷണമാണ്. 1 നിഴലുണ്ടോ നോക്കാം, 2 ഈച്ച ഇരിക്കുമോ നോക്കാം. തേൻ പുരട്ടി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്, അദ്ദേഹം മുടിയിൽ പുറത്തിങ്ങനെ വെച്ചിട്ട് ഈച്ച അടുക്കുമോ നോക്കാൻ. 3-ാമത് തീരിട്ട് കത്തിച്ചു നോക്കി, കത്തിയില്ല. ഏറ്റവും അവസാനം ഇക്കഴിഞ്ഞ ഇന്റർനാഷണൽ ഇസ്ലാമിക് കോൺഫറൻസിൽ ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് പങ്കെടുത്തപ്പോൾ ഇവരുടെ സമ്മേളനത്തിൽ മുടി കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിരുന്ന ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയെ കണ്ടുമുട്ടി. അദ്ദേഹവുമായി ഡോക്ടർ അലി ജുമ ഇവിടെ വിവാദം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിവാദത്തെ കുറിച്ച് അറിയില്ല, ഈ വിഷയമൊന്നും അറിയില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇവിടെ ചെയ്ത പോലെ നിങ്ങൾക്ക് പരീക്ഷ നോക്കിക്കൂടെ ഈ 3 പരീക്ഷകൾ അദ്ദേഹവും ചോദിച്ചു. ഞങ്ങൾ ഇവിടെ അങ്ങനെ പരീക്ഷ ഉറപ്പുവരുത്തി വെച്ചതാണ്. കൈറോവിൽ ഒരു പള്ളിയിൽ പരീക്ഷിച്ചു വെച്ചതാണ്. അതും ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ തന്നെ വെച്ച അന്ന് തന്നെ, അതേ കാലഘട്ടത്തിൽ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കും കാന്തപുരത്തിനും മുടി കൈമാറിയ ഇക്ബാൽ ജാലിയാവാല മുംബൈ, അദ്ദേഹവും മുടി കൈമാറുമ്പോൾ നിഴലില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അപ്പൊ എന്താ വെച്ചാൽ ഇസ്ലാമിക ലോകത്തൊരു അറിയപ്പെട്ട മാർഗമാണ് ഈ മാർഗം എന്നുള്ളതാണ്. പിന്നെ കാന്തപുരം ഇത് ഇസ്ലാമിക മാർഗമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ എന്താണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രമാണം എന്ന പ്രസക്തമായ ചോദ്യം ജനങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ കാന്തപുരം ഇത് ഇസ്ലാമിക മാർഗമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ എന്താണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രമാണം എന്ന പ്രസക്തമായ ചോദ്യം ജനങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ കാന്തപുരം ഇത് ഇസ്ലാമിക മാർഗമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ എന്താണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രമാണം എന്ന പ്രസക്തമായ ചോദ്യം ജനങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്.